ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി, ഈ ഷിപ്പിൽ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇതിനോട് കേട്ടയുടെ അസോസിയേഷൻ്റെ ആൾക്കാരെല്ലാം അവിടെ കൂടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഷിപ്പ്. എന്നിട്ട് കൊച്ചി കൂടെ അവിടെ ഒരു കറങ്ങി 2 മണിക്കൂറോ 3 മണിക്കൂർ കറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവരും തിരിച്ച്. ഇത് റോസറി പാലം. ഇത് ബോൾഗാട്ടി ജെട്ടിയാണേ. ഇവിടെ നിന്ന് ട്രഞ്ചിങ് ഷിപ്പ് ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഷിപ്പിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഇങ്ങനെ ലൈൻ നിൽക്കുക. സെക്യൂരിറ്റി ചെക്കിങ് ആണെന്ന് തോന്നുന്നു. KSINC ഇത് ജങ്കാറാണ് കേട്ടോ. ജങ്കാർ. ഇവിടുത്തെ വലിയ ലോറിയും ബസ്സൊക്കെ കയറും. വലിയ വലിപ്പമുള്ള ജങ്കാറാണ്. ഇതാണ് എൻ്റെ മമ്മി. ചാക്കോച്ചൻ കയറിയിട്ട് 2 വർഷം കഴിഞ്ഞു. അല്ല, താഴിൻ്റെ വിജാഗിരിയുടെയൊക്കെ ആൾക്കാരുണ്ട്. സൈഡിലിരിക്കുന്നുണ്ട്. തന്നെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ വിജാഗിരിയുടെ ഭയങ്കര സമയം. നമുക്കൊരു ചെറിയൊരു മിനി തിയേറ്റർ ഉണ്ട് കേട്ടോ. നൈറ്റ് എന്നാണ് അതിന്റെ ഏജന്റ് നെയിം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സിനിമയൊക്കെ എടുത്തരും. അത് തൊട്ട് മുകളിൽ റെസ്റ്റോറന്റ്, ലോഞ്ച് ബാർ, അതിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഓപ്പൺ സെന്റർ. അതിന് മുകളിലാണ് ഓപ്പൺ സെന്റർ. നമുക്ക് കടൽ കാഴ്ചകളുടെ യാത്രയാണ്. നമ്മൾ ഏറ്റവും അടിച്ചു പൊളിക്കാൻ പോകുന്നത് സണ്ടക്കിലാണ്. ഇവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കാനായി നമുക്കൊരു അടിപൊളി എന്റർടൈൻ ടീമുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നാണ് നിങ്ങളുടെ ഏറ്റവും ദൗത്യം. അതുപോലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് തിരക്കിലടിയിലാണ് ജീവിക്കുന്നത്. അല്പം ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോ എല്ലാവരും ഒരു ടൂറൊക്കെ വരുന്നത്, ഒരുമിച്ച് കൂട്ടുകൂടുന്നത്. അപ്പൊ എന്തായാലും ഉഷാറുടെ പടക്കമിടുന്ന ഒരു കൈഡിയാണ്. വളരെ സന്തോഷത്തിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൈഡി. അല്ലെ, ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് നമുക്ക് കൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്വാസം കണ്ടുപിടിച്ച വലിയ സത്യമാണ്, നമ്മളെ കൈഡ് കഴിഞ്ഞാൽ സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നാണ് പറഞ്ഞ, കള്ളം പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ നല്ല ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. ഒരു ചെറിയൊരു സിനിമയിൽ അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം എന്ന സിനിമയിലൂടെ പ്ലേബാക്ക് സിംഗറായിട്ട് മലയാള സിനിമ കടന്നു വന്ന ഒരു കലാകാരൻ, ഒരുപാട് വർഷങ്ങളുടെ പ്രൊഫഷനുള്ള കലാകാരൻ. നല്ലൊരു കടി പ്ലീസ് വെൽക്കം ഷഹർഷാ ഷാമി. ശരി ശരി ശരി.
ഗുഡ് ഈവനിങ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും ഒരു സംഗീതാത്മകമായ ഒരു കടൽ യാത്രയിലേക്ക് ഹാർദവമായ സ്വാഗതം. സാധാരണ ഒരു ഐഡിയ കിട്ടാറുണ്ട്, കയ്യിൽ തരുമോ? ഒരു മെലഡി സോങ്
പുറത്തോട്ട്. ഇവിടെ എന്നാ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറിയെന്ന് തോന്നുന്നു. ഇനി പുറയിലാണോ? ഷിപ്പ് മൂവ് ചെയ്തു. മറൈൻ ഡ്രൈവിൻ്റെ ഭാഗങ്ങളാണ്. അവിടുത്തെ ആ പാലം കണ്ടോ, അവിടെ കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. പിള്ളേരെന്തി? അവരെന്തി? ബ്രിഡ്ജ് മനസ്സിലായി. നമ്മൾ സാറിന് കടന്ന് ആ ബ്രിഡ്ജ് കണ്ടോ? മനസ്സിലായി ആ ബ്രിഡ്ജ്. ഹൈക്കോടതിൻ്റെ മെട്രോ, വാട്ടർ മെട്രോയുടെ ജംഗ്ഷനാണ് ഹൈക്കോടതി. ആക്കാം. റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ഓയിൽ ഷിപ്പ് കാണാം. ഒരു ഓയിൽ ഷിപ്പും അതിലൊരു പൈപ്പും കാണാം. ഈ പൈപ്പാണ് 26 കിലോമീറ്റർ അപ്പുറമുള്ള അമ്പലമുകൾ എന്ന സ്ഥലത്തുള്ള കൊച്ചിൻ റിഫൈനറിയിലേക്ക് ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുന്ന പൈപ്പാണ്. വിദേശ ഷിപ്പ് ആങ്കർ ചെയ്ത് ഈ ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുന്ന അവിടെ നിന്ന് വേർതിരിച്ച് നമുക്ക് ഡീസലും പെട്രോളും മണ്ണെണ്ണയൊക്കെ നമുക്ക് കിട്ടുന്നത്. യൂട്യൂബിലൊക്കെ കൊടുത്തിട്ടോ മോഡേൺ ഇലക്ട്രിക്കൽ അവിടെ
ഓക്കെ, അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്ന ഒരു ഗ്രീൻ ഗ്ലാസ് ഇട്ട ഒരു ബിൽഡിംഗ് കാണുന്നതാണ് റവന്യൂ ടവർ, പോലീസ് കമ്മീഷണർ ആസ്ഥാനം, സൈബർ സെല്ല്, മെട്രോയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അതിനകത്താണ്. അതിന് ഫ്രണ്ടിലായിട്ട് വളരെ മനോഹരമായ 2 പാർക്കുകൾ, ഒന്ന് ചിൽഡ്രൻസ് പാർക്ക്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സുഭാഷ് പാർക്കുണ്ട്. രണ്ടും വളരെ ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിന് ഇന്ദിരാഗാന്ധി പ്രിയദർശിനി എന്ന പേര് കൂടിയുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ബോട്ട് ജെട്ടി കാണുന്നത് നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ കീഴിലുള്ള സർക്കാരിന്റെ കീഴിലുള്ള ബോട്ട് ജെട്ടിയാണ്. പണ്ടൊക്കെ റോഡ് മാർഗം വരുന്നപ്പോൾ കൊല്ലത്തേക്കും ആലപ്പുഴയിലേക്കും ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ വൈകിട്ടേക്ക് ഒരു ബോട്ട് പോകുന്നുണ്ട്, വേഗ എന്നാണ് അതിന്റെ പേര്. ഒരുപാട് ദ്വീപുകളിലേക്ക് അവിടെ നിന്ന് ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. വല്ലാർപാടം, വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഭാരത പര്യന്തം നിരവധി കെട്ടിടങ്ങൾ 92 ഡിസംബർ 3-ാം തീയതി ഇതുവഴിയാണ് പോയത്. ഡിസംബർ 6-ാം തീയതിയാണ് കന്യാകുമാരി. ശേഷമാണ് സ്വാമി വിവേകാനന്ദന്റെ വലിയ പ്രതിമ വിവേകാനന്ദ പാറ എന്നൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയത്. വിശ്വപ്രസിദ്ധ Hello, how are you? Fine. ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മുടെ ഷിപ്പ്യാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ വലിയൊരു ചരിത്ര നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ വിമാനവാഹിനി ഷിപ്പുകൾ 3 INS വിക്രാന്ത്, വിക്രമാദിത്യ, വീരാണ്. വിക്രമാദിത്യ മാത്രമേ നിലവിലുണ്ടായിട്ടുള്ള മറ്റു 2 പൊളിച്ചു കളഞ്ഞു. ഇത് 3 നമ്മുടെ പുറം രാജ്യങ്ങൾ വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ പണിയിപ്പിച്ചത്. ആദ്യമായിട്ട് നമ്മളൊരു വിമാനവാഹിനി ഷിപ്പ് നിർമ്മിച്ചു. അതിന്റെ പേരും INS വിക്രാന്ത് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തെ ഇതുവരെ 3-4 രാജ്യങ്ങൾ മാത്രമേ വിമാനവാഹിനി ഷിപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളൂ. ആ കൂടുതൽ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കൊച്ചിയിലാണ് അത് നിർമ്മിച്ചത്. ഏകദേശം 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് INS വിക്രാന്ത് പണിതിരിക്കുന്നത്. ഷിപ്പ് കിടക്കുന്നുണ്ടോ?
കൊണ്ടാണ് ഈ കാണുന്ന ദ്വീപ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. 7 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുള്ള ഈ ഒരു ദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റോബർട്ട് കൊണ്ടുവന്ന ഏറ്റവും വലിയ ചരിത്ര നേട്ടം റെയിൽവേ സ്റ്റേഷൻ, ഒരു തുറമുഖ നഗരം, ഒരു വിമാനത്താവളം. ലോകത്ത് ഒരു സ്ഥലത്തും ഇത്ര ചെറിയ ദ്വീപിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരു പക്ഷേ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഗാനഗന്ധർവൻ യേശുദാസ് കോണമ്പക്കത്തേക്ക് മദ്രാസിലേക്ക് പാട്ട് പാടാൻ പോയിരിക്കുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിലകത്തെ പല പ്രമുഖരും ഇതിപ്പോ നിലവിൽ എയർപോർട്ട് ഇവിടെ വർക്കിംഗ് ആണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ സർവീസ് നടത്തിയിരുന്ന എയർപോർട്ട് നിലവിൽ വർക്കിംഗ് ആണ്. അത് ക്രൂസ് ടെർമിനൽ ഓഫീസ് നമുക്കിവിടെ കാണാം. ഓക്കെ, അതുപോലെ ഒരു ക്രൂയിസ് ഷിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്നും സ്വദേശത്തും വിദേശത്തൊക്കെ ഒരുപാട് സ്ഥിരമായിട്ട് ഷിപ്പുകളൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഐറ്റംസുകൾ, കൽക്കരി, ഉപ്പ്, അതുപോലെ നമ്മുടെ സോഡിയം, ആസിഡ് പോലുള്ള പല ഐറ്റംസുകൾ, സിമെന്റുകൾ എല്ലാം വരുന്ന ഒരു സ്ഥലമാണ്. അല്ല, ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ടോ, ഒരു വൈറ്റ് ബ്ലൂ കളറിൽ. 9 മനുഷ്യവാസമുള്ള ദ്വീപുകളാണ് ലക്ഷദ്വീപുകൾ. ഒരു തലസ്ഥാനമാണ് കുവരത്തി. ഇവിടെയാണ് അനാർക്കലി എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും ലക്ഷദ്വീപ് ഷിപ്പുകൾ പോകുന്നുണ്ട്. പക്ഷെ കൂടുതൽ അവർ വ്യാപാര ആവശ്യങ്ങൾ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, ആരോഗ്യ ആവശ്യം നടത്തുന്നത് കൊച്ചിയിൽ നിന്നായതുകൊണ്ട് കൂടുതൽ ട്രിപ്പുകൾ പോകുന്നത് കൊച്ചിയിൽ നിന്നാണ്. പ്രധാനമായിട്ട് പോകുന്നത് 5 ഷിപ്പുകളാണ്. MV കോറൽ, സെമി ലഗൂൺസ്, MV ലക്ഷദ്വീപ് സി, MV അറേബ്യൻ സി ആൻഡ് MV കവരത്തി. അവരുടെ തലസ്ഥാനത്തിന്റെ പേരാണ് കവരത്തി. അങ്ങനെ 5 ഷിപ്പുകളാണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്നത്. ഓക്കെ, വളരെ ഫേമസ് ആയ കുറെ സിമെന്റ് കമ്പനികളുള്ള സുഗാലി സിമെന്റ്, അംബുജ സിമെന്റ്, അൾട്രാടെക് സിമെന്റ്, പെന്ന സിമെന്റ്. ഗുജറാത്തിൽ നിന്നാണ് ഈ സിമെന്റുകൾ വരുന്നത്. അതിനുശേഷം ഇവിടെ സ്റ്റോക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ പാക്ക് ചെയ്ത് മാറ്റുന്നത്. അതിലൊരു ട്രെജർ ഷിപ്പ് നമ്മുടെ അവിടെ തൊട്ടടുത്ത് കിടപ്പുന്നുണ്ട്. ഒരു ഇച്ചിരി ബ്ലാക്ക് കളറിലെ കുറച്ച് ചെളിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിവിടെ കൊച്ചിൻ പോർട്ടിന്റെ കീഴിൽ ഇതുപോലെ ഒരുപാട് മണ്ണുമാന്തി ഷിപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സ്ഥിരമായിട്ട് ഒരുപാട് ചെളിയെല്ലാം അടിഞ്ഞു കൂടുന്നുണ്ട്. അത്രയും ഫാക്ടറികളുള്ളതാണ് നമ്മുടെ എറണാകുളം. അപ്പൊ അത്രയും അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ഇതെല്ലാം ചെളിയെല്ലാം സക്ക് ചെയ്ത് ആഴക്കടലിലേക്ക് കൊണ്ടുപോയി കളയും. അതാണ് ഇതിന്റെ മെയിൻ പണി. ഓക്കെ, ഇത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വിലയുള്ള ഷിപ്പുകൾക്ക് വരാനും പോകാനും ഒക്കെ പറ്റുന്നത്. റൈറ്റ് സൈഡിൽ കണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ റൈറ്റ് ഷിപ്പ്. സിമെന്റ് കമ്പനിയാണ് സുവാരി സിമെന്റ്. കൊട്ടാരം പോലെ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു 4 കെട്ടൊക്കെ പോലെ കാണുന്ന ബിൽഡിംഗ് ആണ് കൊച്ചിൻ പോർട്ടിന്റെ കൺട്രോൾ റൂം, അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. മുകളിൽ കാണുന്ന ഗ്ലാസ് റൂമാണ് കൺട്രോൾ റൂം. അതിൽ മുകളിൽ കിടക്കുന്ന റഡാർ എന്ന് പറയും. കടലിൽ കളി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഗ്ലാസ് റൂം എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറം കാണുന്നത് നമുക്കൊരു ചെറിയൊരു പാർക്കാണ്. വലിയൊരു പാർക്ക് പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു സമയത്ത് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ച, ഒരു വലിയ നക്ഷത്രം പോലുള്ള ഒരുപാട് സിനിമ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ്. അവിടെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെഡ്, ഒരു പച്ച ഷെഡിന് അടിയിൽ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിന്റെ പേര് പ്രവൃത്തി എന്നാണ്. വലിയ വേണ്ടി ഡിസൈൻ ചെയ്ത ബ്രിട്ടീഷ് എഞ്ചിനീയർ റോബർട്ട് വിഷ്ണു അദ്ദേഹം ഭാര്യയ്ക്ക് സമ്മാനിച്ചതാണെന്ന് കേട്ടിട്ടുണ്ട്. അതേ പ്രത്യേകതയുടെ കുടുംബത്തിലെ 3 പ്രധാനമന്ത്രിമാർ 3 കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്തു. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മദർ തെരേസ, നെൽസൺ മണ്ടേല പോലുള്ള ഒരുപാട് പ്രമുഖർ യാത്ര ചെയ്തിട്ടുള്ള ഒരു ബോട്ടാണ്.
അല്ല റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ദൂരെ നമുക്ക് ഗ്രാമീണ ഹോട്ടൽ കാണാം. അതിൽ മുളകുകാട് എന്നുള്ള ദ്വീപായിരുന്നു. അവിടെ നമുക്ക് ഒരു ഗോസ്റ്റ് പാലം, 3 ഗോസ്റ്റ് പാലങ്ങളുണ്ട്. 3 ദ്വീപുകളെ കണക്ട് ചെയ്യുന്ന മുളകുകാട് ദ്വീപ്, പല്ലാർപ്പുഴ ദ്വീപ്, വേപ്പിൻ ദ്വീപ്, 3 ദ്വീപുകളെ കണക്ട് ചെയ്യുന്ന 3 പാലങ്ങളിൽ 2ാമത്തെ പാലമാണ്. അത് കഴിഞ്ഞ് കാണുന്ന രാമന്തുരുത്ത്. ഒരു പക്ഷേ ഇവിടെ കൊച്ചിക്കാർക്ക് പരിചയമുണ്ടാവും. രാമന്തുരുത്ത് വളരെ അത്ഭുതം നിറഞ്ഞ ഒരു സ്ഥലമാണ്. നിലവിൽ 2 കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. പണ്ട് ആസ്ബിൻ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയിൽ ഗോഡൌൺ നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ചെറിയ തുരുത്താണ് കാണുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു 5 കുടുംബമാണ് സമയത്ത് 19 വോട്ടർമാരുണ്ട്. അവർക്ക് വേണ്ടി ഇലക്ഷൻ നടക്കുന്നുണ്ട്. എണ്ണം കിട്ടിയത് മാക്സിമം വോട്ട് ചെയ്ത് 15 പേരാണ്. അതൊരു ചരിത്രം. അത് റൈറ്റ് സൈഡിൽ കാണാൻ പറയുന്നത് വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ DP വേൾഡ്. ദുബായ് ബന്ധം പക്ഷത്തോടെ സംയുക്തമായിട്ട് 2008 സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ DP വേൾഡ്. ഒരു മേജർ സ്റ്റേജ് വൈറ്റ് ബോർഡിനേജ് കൊണ്ടാണ് DP വേൾഡ് എന്ന പേര് വരുന്നത്. ഒരു 30 വർഷത്തേക്കാണ് ദുബായ് ബോർഡിൽ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു പക്ഷേ നമ്മുടെ കൊച്ചി ബോർഡിന്റെ കയ്യിൽ തന്നെയാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മള് ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ സ്വദേശത്തും വിദേശത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്ന, അതുപോലെ കേരളത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പല ഐറ്റംസുകളും പുറത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണ്. ലക്ഷക്കണക്കിന് കണ്ടെയ്നർ ലോഡുകളാണ് ദിനംപ്രതി ഇവിടെ വരുന്നതും പോകുന്നതുമല്ല. ഇവിടെ 15ഓളം ക്രെയിനുകളുണ്ട്. ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഒരാളെ സഹായമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കിലോ വരെ ഭാരം ഉയർത്താം. ഈ ക്രെയിനുകൾക്കിടയിൽ നോക്കുമ്പോൾ നമുക്ക് വല്ലാർപാടം പള്ളി കാണാം കേട്ടോ. പോർച്ചുഗീസുകാർ പണിത്, വാസ്കോഡഗാമയുടെ കൂടെ വന്ന പോർച്ചുഗീസുകാർ പണിത് വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണ്. അവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം. പൈതൃക മേഖലയാണിത്. അതായത് 100 വർഷങ്ങൾക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകളോ ഒന്നും കുഴിക്കുവാനോ പൊളിക്കുവാനോ ഒരു പെർമിഷനും ഗവൺമെന്റ് നൽകാറില്ല. അവിടെ 490 വർഷം പഴക്കമുള്ള ജൂത സിനഗോഗ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരി പാലസ് അടക്കമുള്ള ഒട്ടനവധി ചരിത്രം ഉറങ്ങുന്ന ബിൽഡിങ്ങുകൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. സീ ഫുഡ് ഐറ്റംസിന് തീരെ കേട്ടൊരു അടിപൊളി ഹോട്ടലാണ് സീഗൾ ഹോട്ടല്. നിങ്ങൾക്ക് അവിടെ കാണാം ആസ്ബിൻ വാൾ എന്നൊരു ബിൽഡിംഗ് അവിടെ കാണാം. ലോകത്തിൽ 24 രാജ്യങ്ങളിലാണ് ബിനാലെ നടക്കുന്നത്. മുസ്ലിംസ് ബിനാലെ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബിനാലെ നടക്കുന്നത് മട്ടാഞ്ചേരിയുള്ള ആസ്ബിൻ വാൾ അടക്കമുള്ള 14ഓളം കെട്ടിടങ്ങളിലാണ്. അതേ നമ്മൾ മട്ടാഞ്ചേരി പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്ബിനുകളിൽ കുറച്ച് മുന്നിലായി ബ്രണ്ട് ബോട്ടിയ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കാണാം. മുമ്പ് ഇത് ബോട്ട് നിർമ്മാണശാലയായിരുന്നു. മെയിൻ്റനൻസിന് കൊണ്ടുവന്നിരുന്ന ബോട്ടുകളെല്ലാം അവിടെയായിരുന്നു നിർമ്മിച്ചിരുന്നത്, മെയിൻ്റനൻസ് നടത്തിയിരുന്നതും. ഇപ്പോൾ അതൊരു ഹോട്ടലായിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രണ്ട് ബോട്ടിയാണ്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് KSNC, നമ്മുടെ KSNC അണ്ടർടേക്ക് ചെയ്യുന്ന ഓരോ ജനറൽ സർവീസ് ആണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈക്കോട്ടേക്കുള്ള ജനറൽ സർവീസ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഓരോ ജനറൽ എന്നാണ് പറയുന്നത്.
ഒരു സൈഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച് കയറുകയും ഒരു സൈഡിലൂടെ അതേപോലെ തന്നെ ഇറങ്ങി പോകുന്ന സൗകര്യമാണ് റോഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കാണാം ചീനവലകൾ കാണാം. ചൈനക്കാരെ നമുക്ക് സംബന്ധിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചീനവല, ഒന്ന് ചീനച്ചക്കരി. രണ്ടും അവർ സന്തോഷത്തോടെ നമ്മോട് നമ്മൾ ഉപേക്ഷിച്ചില്ല. ചൈനയും ചീനവല നിരോധിച്ചെങ്കിലും ഇപ്പോഴും നമ്മൾ മത്സ്യബന്ധനം നടത്തി ഉപജീവനമാർഗം നടത്തിയെടുത്ത് ഇവരുള്ള ആളുകൾ ഈ ഒരു ചീനവലയിൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് മുന്നിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. കടൽക്കാറ്റ് എന്ന ചിത്രത്തില് ആ ഒരു ബീച്ച് മുഴുവനും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പ്രകൃതി ദുരന്തമായ സുനാമി പോലുള്ള വന്ന സമയത്ത് ഇവിടുത്തെ ബീച്ച് കടലെടുത്ത് പോയി എന്ന് പറയപ്പെടുന്നു. അത് പെരിയാർ, അറബിക്കടൽ, വേമ്പനാട്ടുകായൽ ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു കൂടിയാണ്, ജലാശയം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പ്ലജർ ഷിപ്പുകൾ ഇവിടെ ചെയ്ത് ആഴക്കടലിൽ കളയുന്ന ഒരു സിസ്റ്റമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നെല്ലാം ബീച്ച് കടലെടുത്ത് പോയെന്ന് പറയപ്പെടുന്നു. ഗവൺമെന്റ് പേരിലാണ് ഈ ഒരു ബീച്ച് അറിയപ്പെടുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് വൈപ്പിൻ. പുതു വൈപ്പിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മധ്യദുരന്തം വെള്ളം നടന്ന വൈപ്പിൻ ഇതിന്റെ പുറകിലാണ്. കൊച്ചിയിലെ തന്നെ 3 ബീച്ചുകളിൽ 2 വൈപ്പിനിലാണ്. അവിടെ നമുക്കൊരു ഷിപ്പ് കാണാം. വിജയകരമായി ആ ഒരു സിസ്റ്റം നടന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പോൾ വളരെ വിജയകരമായി അത് നിർവഹിച്ചു പോരുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകൃതിയുമായി ലയിച്ചു പോകും. അത് അപകട സാധ്യത വളരെ കുറവാണ്. ഖത്തറിൽ നിന്നാണ് ഈ ഗ്യാസ് ഇവിടെ എത്തിക്കുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലാണ് നമ്മൾ അറബിക്കടലിലേക്കാണ് പോകുന്നത്. അഭിമുഖമാണ്. പിന്നെ കുറച്ചു നേരം നമ്മൾ കടലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അന്നുശ്വരടുന്ന കൈയിടിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കും ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ അറിയാവുന്ന ആളുകൾ ഈ കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എത്തിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം താഴത്ത് റെഡിയാണ്. അത് കഴിച്ചിട്ട് വീണ്ടും പെട്ടെന്ന് തിരിച്ചു വരിക. നമ്മുടെ സിംഗേഴ്സ് എല്ലാവർക്കും റെഡി ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടാം. അപ്പോൾ ഇതിന് ശേഷമാണ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും sun will disappear.
നമ്മളിപ്പം ഉൾക്കടലിലെത്തി. എന്നാൽ കുറച്ചുകൂടെ ഉൾക്കടലിൽ പോകുന്നവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം സൺസെറ്റ് ഉണ്ടാകും.